അനുദിന വിശുദ്ധർ ഒക്ടോബർ 21 വിശുദ്ധ ഉർസുലായും സഹവിശുദ്ധരും. ബ്രിട്ടനിലെ ഒരു ക്രിസ്ത്യൻ രാജാവിൻ്റെ മകളായിരുന്നു ഉർസുല. അക്കാലത്തെ സെനറ്റർ ആയ ക്ലമാറ്റിയൂസ് കൊളോണിലെ രക്തസാക്ഷിത്വം വരിച്ച ഒരു കൂട്ടം കന്യകമാരുടെ ആദരണാർത്ഥം അവിടുത്തെ ഒരു പള്ളി പുതുക്കി പണിതു. തങ്ങളുടെ നാമധേയത്തിൽ ഒരു പള്ളി പണിയുവാൻ മാത്രം ഇവർ വളരെയേറെ ആദരിക്കപ്പെട്ടിരുന്നതായി കാണാം. ഒരു വിജാതീയ രാജകുമാരനുമായുള്ള തനിക്കിഷ്ടമില്ലാത്ത വിവാഹ ഉടമ്പടിയിൽ നിന്നും 3 വർഷത്തെ സാവകാശം വാങ്ങിച്ച വിശുദ്ധ ഉർസുല 11,000-ഓളം കന്യകമാരുമായി റിനെ മുതൽ ബാസ്ലെ വരെയും സ്വിറ്റ്സർലൻഡിലേക്കും അവിടെ നിന്ന് റോമിലേക്കും ഒരു കടൽ യാത്ര നടത്തി. തിരികെ വരുന്ന വഴിക്ക് ഏതാണ്ട് 451 വിജാതീയരുടെ മുഖ്യനെ വിവാഹം കഴിക്കാൻ വിശുദ്ധയ്ക്ക് മേൽ സമ്മർദ്ദമുണ്ടായി. എന്നാൽ യേശുവിനെ ത്യജിച്ചുള്ള ഒരു ജീവിതം തനിക്കില്ല എന്ന് അവൾ പ്രഖ്യാപിച്ചു. വിവാഹത്തിന് വിസമ്മതിച്ചുവെന്ന കാരണത്താൽ കുപിതരായ വിജാതീയർ ഉർസുലയെയും കൂട്ടരെയും ക്രൂരമായി കൊലപ്പെടുത്തി. മറ്റൊരു ഐതിഹ്യമനുസരിച്ച് ക്ലെമൻ്റ് മാക്സിമസ് ചക്രവർത്തി ബ്രിട്ടനും ഗൗളും ആക്രമിച്ചപ്പോൾ ധാരാളം ബ്രിട്ടീഷുകാരും സൈനികരും അമേരിക്കയിലേക്ക് കുടിയേറുകയും അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. കുടിയേറ്റക്കാരുടെ ഭരണാധികാരിയായ സിനാൻ മെരിയാഡോഗ് കോൺവള്ളയിലെ രാജാവായ ദിയാനോഡസിനോട് കന്യകകളെ ആവശ്യപ്പെടുകയും അതിൻ പ്രകാരം ദിയാനോഡസ് തൻ്റെ മകളായ ഉർസുലയെ 10,000-ഓളം കുലീന കന്യകകളെയും 60,000-ഓളം സാധാരണ കന്യകകളെയും അയച്ചു. യാത്രാമധ്യേ ഇവരുടെ കപ്പൽ വ്യൂഹം തകർക്കപ്പെടുകയും സകലരും കൊല്ലപ്പെടുകയും ചെയ്തുവെന്നും പറയുന്നു. ക്രിസ്തുവിനോട് ചേർന്ന് വിശുദ്ധിയിൽ ജീവിക്കുവാൻ ജീവത്യാഗം ചെയ്ത വിശുദ്ധ ഉർസുലായുടെയും സഹവിശുദ്ധരുടെയും മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം.